ഡിഗ്രി ഇല്ലേ? ഇനി ടെൻഷൻ വേണ്ട. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ BA, BCom, BBA, BSW എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം ദാസ് സ്റ്റഡി സെന്ററിലൂടെ. ദാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാമിൻ്റെ ഒരു ടൈം അടുത്തു തുടങ്ങി. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും എക്സാം ഷീറ്റ്, എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ എക്സാം ഷീറ്റിൻ്റെ ഒരു ഡെമോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാൾ ടിക്കറ്റിൽ എല്ലാ എക്സാമിനും 3 hours ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും 3 hours എല്ലാ എക്സാമിനും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ എക്സാമിനും 3 hours ഉണ്ടാവണം എന്നില്ല. അപ്പം അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഓരോ എക്സാമും എത്ര അവർ ആണെന്നുള്ളത്. കൂടുതലും ഓൾമോസ്റ്റ് എല്ലാ എക്സാമും 3 hour തന്നെയാണ്. കോമൺ പേപ്പേഴ്സ്, അതായത് ഇപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഈ പേപ്പറൊക്കെയാണ് നമുക്ക് 2 hours എക്സാം വരുന്നത്. അപ്പം നിങ്ങൾ മറക്കരുത്, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുൻപ് തന്നെ എത്ര അവറാണ് എക്സാം എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ തന്നെ നോക്കി നിങ്ങൾ കൺഫേം ചെയ്യണം. എന്നിട്ട് വേണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ. ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് എത്ര അവറാണ് ഒരു എക്സാം എന്നുള്ളത് കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ എക്സാമിൻ്റെ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നിങ്ങൾ അസൈൻമെൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും ഫ്രണ്ട് ഷീറ്റ്. അതുപോലെ തന്നെയാണ് എക്സാമിൻ്റെ ഫ്രണ്ട് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ സെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എൻറോൾമെൻറ്റ് നമ്പറാണ്. 10 digit ഉള്ള എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് വേർഡ്സിലും ഫിഗറിലും എഴുതാനുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വേണം ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഫ്രണ്ട് ഷീറ്റിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഷീറ്റ് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ആണ്. മെയിനായിട്ട് എൻറോൾമെൻറ്റ് നമ്പർ വെച്ചിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റിനെ മനസ്സിലാക്കുക. അപ്പോൾ അത് തന്നെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം റിജക്റ്റ് ആവുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് എൻറോൾമെൻറ്റ് നമ്പർ ഫില്ല് ചെയ്യുമ്പോൾ ഫിഗറിലായാലും വേർഡ്സിലായാലും വളരെ ക്ലിയർ ആയിട്ട്, വളരെ നീറ്റായിട്ട്, യാതൊരു തെറ്റും കൂടാതെ എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തൊട്ട് താഴെ വരുന്നത് എക്സാം സെൻറ്റർ കോഡാണ് വരുന്നത്. എക്സാം സെൻറ്റർ കോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഹാൾ ടിക്കറ്റ് എന്തായാലും എക്സാമിന് കൊണ്ടുപോകണം. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരിക്കും എക്സാം സെൻറ്റർ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ കോഡ് നമ്പറും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും വളരെ വ്യക്തമായിട്ട് എഴുതുക. അതിനുശേഷം ഡേ ആൻഡ് ഡേറ്റ് ആണ് വരുന്നത്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാം ഏത് ദിവസമാണ്, അതുപോലെ ഏത് ഡേറ്റിനാണ്, ഇപ്പോൾ സാറ്റർഡേ ആണോ മൺഡേ ആണോ, ഏത് ദിവസമാണെന്നുള്ളതും വ്യക്തമായിട്ട് എഴുതണം. ഡേറ്റും കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് തെറ്റാതെ എഴുതാൻ ശ്രമിക്കാം. നെക്സ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രോഗ്രാം കോഡാണ്. നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് BA സോഷ്യോളജി ആണെന്ന് വിചാരിക്കും. അപ്പോൾ BASOH എന്ന് പറഞ്ഞ പ്രോഗ്രാം കോഡാണ് അവിടെ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതേണ്ടത്. അതുപോലെ തന്നെ കോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ഹാൾ ടിക്കറ്റിൽ നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് എഴുതണം. അതായത് ഇപ്പോൾ നിങ്ങൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എക്സാം ആണെങ്കിൽ BEA VE 181 അങ്ങനെ ക്ലിയർ ആയിട്ട് ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ആൻസർ ഷീറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഴ്സ് ടൈറ്റിലാണ്. നിങ്ങൾ എക്സാം എഴുതുന്നത് ഏത് സബ്ജക്റ്റിൻ്റെ ആണോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോഡാണ് നമ്മൾ നേരത്തെ എഴുതിയത്, അതിൻ്റെ ടൈറ്റിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയ ആണ്. നിങ്ങൾ ഏത് മീഡിയത്തിലാണ് എക്സാം എഴുതുന്നത്, അതായത് നമുക്കറിയാം IGNOU എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് 2 ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, അതായത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഇതിൽ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. തൊട്ട് താഴെ തന്നെ സിഗ്നേച്ചർ ഓഫ് ദ സ്റ്റുഡൻറ് ഉണ്ടായിരിക്കും. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ബാക്കി പോർഷൻസ് ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല.
ഇനി ഇത് മുൻകൂട്ടി ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളെ കൺട്രോൾ ചെയ്യാനോ അതുപോലെ നിങ്ങളെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ തരാനൊക്കെ നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവർ പറയുന്നതിനനുസരിച്ച് വളരെ നീറ്റായിട്ട് വളരെ വ്യക്തമായി തെറ്റൊന്നും വരുത്താതെ വേണം നിങ്ങൾ ഫ്രണ്ട് ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ബുക്ക്ലെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ആയിട്ട് കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അഡീഷണൽ ആൻസർ ഷീറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഈ ഒരു ബുക്ക്ലെറ്റിൽ വേണം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ക്വസ്റ്റ്യനും എത്ര പേജ് യൂസ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണം എക്സാം എഴുതുമ്പോൾ. അപ്പം അത് വളരെ നീറ്റായിട്ട് എഴുതുക, കറക്റ്റായിട്ടുള്ള പോർഷൻസ് യൂസ് ചെയ്യുക, വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റ് മാക്സിമം യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഈ ആൻസർ ഷീറ്റ് കറക്റ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ഒരു 25 പേജുള്ള ബുക്ക്ലെറ്റിൽ എങ്ങനെ ഒതുക്കും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതും നമ്മൾ പറഞ്ഞു തരാം. അതായത് ഓൾമോസ്റ്റ് ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 to 5 പേജസ് ആണ് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. 4 to 5 പേജസ് എന്ന് പറയുമ്പോൾ 1 സൈഡ് 2 സൈഡ് കൂടിയതാണ് 1 പേജ് എന്ന് പറയുന്നത്. അങ്ങനെ 4 to 5 പേജസ് 20 മാർക്സിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾ വിടാതെ എഴുതണം. അത് നിങ്ങൾക്കറിയാം 20 മാർക്സ് മാക്സിമം സ്കോർ ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ പേജസ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ 15 to 10 മാർക്സിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു 3 to 3.5 പേജസ് എഴുതണം. അപ്പൊ ആ ഒരു പേജസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ 1 പേജ് ഓൾമോസ്റ്റ് 1.5 പേജ് ഒക്കെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ എഴുതി നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ആൻസർ ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ഒരു കാൽക്കുലേഷൻ വേണം എക്സാം എഴുതുമ്പോൾ. നിങ്ങൾക്ക് ഈ അഡീഷണൽ ഷീറ്റ് ഒന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ആ ഒരു ബുക്ക്ലെറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാത്തവർ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതുവരെയും പഠിപ്പ് തുടങ്ങാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. പലരും പല തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണ് ഇനിയും പഠിക്കേണ്ടത് എന്നറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഇനി ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും ആണ്. ഇതുവരെ ബുക്സും കാര്യങ്ങളും ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാം ഇഗ്നുവിന്റെ ബുക്സ് കുറച്ച് ലെങ്തി ആണ്. ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഇനി എന്തായാലും പഠിച്ച് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ ഇനിയും പഠിക്കാത്തവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസും. ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കാലങ്ങളായിട്ട് ഇഗ്നു ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പോൾ മാക്സിമം പഠിക്കാൻ തുടങ്ങാത്ത സ്റ്റുഡൻസ് ഇനിയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളുടെ അസൈൻമെന്റ് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസിന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, അതുപോലെ ആൻസർ ഷീറ്റിന്റെ ഫ്രണ്ട് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണാം. എനിവേ, താങ്ക് യു.